ഹിൽ ഏരിയാസിലൊന്നും ചാർജ് നിൽക്കൂല ഇതിന്. ഈ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ വേറെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു 100% ചാർജ് ആയി കഴിഞ്ഞാൽ ഇതിനൊരു പിടിച്ചാൽ കിട്ടാത്തൊരു പോക്കുണ്ട്. പിന്നെ ഇലക്ട്രിക് ആകുന്നേരം പെട്ടെന്ന് പൂട്ടിപ്പോകുന്ന ഒരുപാട് ചൈന കമ്പനികൾ ഒരുപാടുണ്ട്. ഇത്രയും കാലത്ത് ഉപയോഗിച്ചിട്ട് ഉള്ള അനുഭവം വെച്ച് ഇത് വേറെ ആൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് പയ്യോളി അങ്ങാടി എന്നുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മളെ ഈ TVSന്റെ iQube എന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്, ഒരു കസ്റ്റമർ റിവ്യൂ ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കസ്റ്റമറെ, അതായത് ഈ ഒരു വണ്ടിയുടെ ഓണറെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ബ്രോ, എന്താ പേരെന്താ? ജിതിൻ. എന്താ ചെയ്യുന്നത്? ഞാനൊരു മെക്കാനിക്കാണ്. ഇത് ടൂ വീലർ മെക്കാനിക്. ടൂ വീലർ മെക്കാനിക്. അപ്പോൾ ഈ ഒരു ടൂ വീലർ മെക്കാനിക് അയക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ടൂ വീലറിന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ആധികാരികത ഉണ്ടായിരിക്കുമല്ലോ. കാരണം നമ്മൾ സാധാരണപ്പെട്ട ഒരാൾ വണ്ടി ഉപയോഗിക്കുന്നതും ഒരു മെക്കാനിക് ഉപയോഗിക്കുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മെക്കാനിക്കിന് വ്യക്തമായിട്ട് ഒരു വണ്ടിയുടെ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി മേടിച്ചിട്ട് ഇപ്പോൾ എത്ര കാലമായി? അത് 1 വർഷവും 3 മാസമായിട്ടുള്ളൂ. 1 വർഷവും 3 മാസം. അതായത് 2020 ഈ ഒരു iQube എന്ന് പറഞ്ഞ വണ്ടി മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു 2 വർഷം കഴിഞ്ഞ സമയത്താണ് നിങ്ങൾ ഇതെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ടൈം ആണോ ഒരു ടൂ വീലർ ഉപയോഗിക്കുന്നത്? അതിന് മുൻപ് സ്വന്തമായിട്ട് അല്ലല്ല, സ്വന്തമായിട്ട് വേറെ വണ്ടി ഉണ്ട്. വേറെ വണ്ടി. ഏത് കമ്പനിയുടെ വണ്ടിയാണ്? അത് TVSന്റെ വിഗോ. TVSന്റെ തന്നെ. ഓക്കെ. അപ്പോൾ TVSനോടുള്ള ഈ ഒരു ഇഷ്ടത്തിന്റെ പേരിലാണോ ഈ ഒരു ഇലക്ട്രിക് വണ്ടിയിലേക്ക് വന്നത്? അങ്ങനെയും പറയാം. പിന്നെ എന്താന്ന് വെച്ചാല് TVSന് അതിന്റെ ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഒരു ഇന്ത്യൻ കമ്പനിയാണ്. പിന്നെ ഇലക്ട്രിക് ആകുന്നേരം പെട്ടെന്ന് പൂട്ടിപ്പോകുന്ന ഒരുപാട് ചൈന കമ്പനികൾ ഒരുപാടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഇന്ത്യൻ കമ്പനി ഓൾവേസ് ആയിട്ട് നമ്മളെ നാട്ടിലുള്ളതിനെ കൊണ്ട് ആ ബ്രാൻഡ് തെരഞ്ഞെടുത്തു. ഒരു ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് മെയിൻ ആയിട്ട് നമ്മളതിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോ മറ്റേ വിഗോ എന്ന് പറയുന്ന വണ്ടി അതൊരു IC എഞ്ചിൻ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു IC എഞ്ചിനിൽ നിന്ന് ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അതൊരു കൗതുകത്തിന്റെ പുറത്തെടുത്തതാണ്. പിന്നെ എന്താന്ന് വെച്ചാല് പിന്നെ പുതിയ ടെക്നോളജി അതിനെ കൊണ്ട് അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യാം. കുറച്ചു കാലം കഴിഞ്ഞാൽ അത് നമുക്ക് നന്നാക്കി നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കാം. ഒരു മെക്കാനിക് എന്നുള്ള രീതിയിൽ നമ്മളെ ഇലക്ട്രിക് വണ്ടിയുടെ സ്വന്തമായിട്ട് അപ്പോൾ അതിന്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവുമല്ലോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ 1 വർഷവും 4 മാസം 3 മാസം ഈ 1 വർഷവും 3 മാസത്തിന്റെ ഇടയ്ക്ക് ഈ ഒരു വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? അത് ഏകദേശം ഒരു 19,000 കിലോമീറ്ററിന്റെ അടുത്ത്. 19,000 കിലോമീറ്റർ ഓടി. അപ്പോൾ അതിൽ ലോങ് ഡ്രൈവ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു? ലോങ് ഡ്രൈവ് പിന്നെ കോഴിക്കോട് സർവീസിന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വയനാട്ടിൽ പോകുന്നു. ഈ സർവീസ് സെന്റർ എന്ന് പറയുന്നത് കോഴിക്കോട് മാത്രമാണോ ഈ TVS? ഇപ്പൊ നിലവില് ഇവിടെ കോഴിക്കോട് ഉള്ളത്. കോഴിക്കോട് ഇപ്പൊ ഈ 1.5 വർഷത്തിന് ശേഷം വന്നിട്ടില്ല. നിലവിൽ കോഴിക്കോടുള്ളൂ. കോഴിക്കോട് മാത്രമേ. കോഴിക്കോട് നമുക്ക് അടുത്ത് കോഴിക്കോട്. അപ്പോ ആ സർവീസിന്റെ കാര്യത്തിലൊക്കെ സർവീസ് ഒക്കെ എങ്ങനെയായിരുന്നു അവരുടെ ഒരു സർവീസ് എന്ന് പറയുന്നത്? ഇതിന് കാര്യമായിട്ട് സർവീസ് ഒന്നും ഇല്ല. പക്ഷെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 530 രൂപ സർവീസ് ചാർജും വന്ന് ഫ്രീ സർവീസ് ഈ വണ്ടിക്കില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ. ഫസ്റ്റ് സർവീസ് മുതലേ പെയ്ഡ് സർവീസ് ആണ്. പെയ്ഡ് സർവീസ്. ഫ്രീ സർവീസ് എന്ന് പറഞ്ഞ സാധനം ഇതിനില്ല. ഇലക്ട്രിക് വാഹനമായതുകൊണ്ടായിരിക്കും. ഈ ഫ്രീ സർവീസ് ബാക്കി കമ്പനിക്കെല്ലാം ഉണ്ട് എന്നാ തോന്നുന്നത്. പക്ഷെ TVSന് ഫ്രീ സർവീസ് ഇല്ല. ഓക്കെ. അപ്പോ ലോങ് ഡ്രൈവ് പോയത് വയനാട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വയനാട്ടിലേക്ക് ഒരു ഇലക്ട്രിക് വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ചുരമൊക്കെ കയറാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ലോങ് ഡ്രൈവ് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഈ ഒരു ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കി. അല്ല. അപ്പോൾ ഈ ലോങ് ഡ്രൈവ് പോയ സമയത്തുള്ള അനുഭവങ്ങൾ എന്തായിരുന്നു? ലോങ് ഡ്രൈവ് പോയെന്ന് ഞാൻ കുറ്റ്യാടി വരെയായിരുന്നു പോയത്. അപ്പൊ ഫുൾ ചാർജ് അടിച്ച് പോയതാണ്. അപ്പൊ ഫുൾ ചാർജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 105 ആണ്. കമ്പനി പറയാൻ 100 കിട്ടും. ഇക്കോ മോഡ് പോയാൽ. പവർ മോഡ് പോയി കഴിഞ്ഞാൽ 75 കിട്ടും. 75 കിലോമീറ്റർ. അത് 70 ആണ് നമ്മള് കണക്കാക്കുക. 75 എന്നുള്ള 70 കിട്ടും. 5 ഇതുവരെ നമ്മള് റിസർവ് എന്നെല്ലാം പറയുന്ന പോലെ വീട്ടിലെത്താനോ അല്ലെങ്കിൽ ചാർജ് സ്റ്റേഷനിൽ എത്താനുള്ള അത്രയും ഉണ്ടാവും. അപ്പൊ ചുരം കയറുന്നതെന്ന് വെച്ചാൽ സാധാരണ 1 കിലോമീറ്ററിന് 1 യൂണിറ്റ് കറണ്ടാ പോകും. അതായത് 1 കിലോമീറ്ററിന് 100% എന്നുള്ള 1% പോകാറുണ്ട്. പക്ഷെ ചുരം കയറുന്ന നേരം ഓരോ കിലോമീറ്ററിന് 3-4 ഒക്കെ ചില ടൈമിന് കാണിക്കും. യൂണിറ്റ് ചെലവാണ്. അത് കുറച്ച് ചുരയിലും കയറി കുറച്ച് അപ്പുറം എത്തിയാലും KSEBന്റെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ചാർജിങ് സ്റ്റേഷൻ അല്ല, പോസ്റ്റ് ചാർജിങ്. ചാർജിങ് അവിടെ കുത്തിയിടുക എന്ന് പറയുന്നത്
കറണ്ട് പോയാലാണ് പ്രശ്നം. ഓക്കെ ഓക്കെ. പിന്നെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് ചെയ്ത് രണ്ടാമത് ഇതാക്കി സെറ്റാക്കി ചെയ്ത് ഫോണിൽ ആപ്ലിക്കേഷൻ ഉള്ളതിനെ കൊണ്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ എക്കോ മോഡിലാണ് പോയത്. ആ സമയത്ത് നമുക്ക് ഇതിന് എത്ര മോഡുകളാണുള്ളത്? 2 മോഡ്. ഇക്കോയും പവറും. ഇത് ബേസ് മോഡലാണ്. ഇത് ബേസ് മോഡലാണ് അല്ലേ? ഇതിന് ശേഷമാണ് എസ് വേരിയന്റ് ഒക്കെ വരുന്നത്. എസ് ടി ഇറങ്ങാൻ പോകുന്നു. എസ് ടി ഇറങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പം കുറച്ചു കാലമായിട്ട് എസ് ടി വരുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ബേസ് വേരിയന്റ് ആണ്. അപ്പോൾ ഈ ഒരു പവർ മോഡില് നമ്മൾ ചുരം കയറണം, അല്ലെ എക്കോ മോഡിൽ ചുരം കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറാൻ പറ്റുമോ? ഇക്കോ മോഡ് കയറി ഞാൻ സിംഗിൾ ആയിട്ടാ പോയത്. സിംഗിൾ ആയിട്ട് പോയിട്ടും പിന്നെ 1 കിലോമീറ്ററിന് 3% ഒക്കെ വെച്ച് കുറയുന്നുണ്ട്. അപ്പൊ ഡബിൾ ആകുന്ന നേരം അതിലും കൂടുതലായിട്ട് ഈ ഹിൽ ഏരിയസിലൊന്നും ചാർജ് നിൽക്കൂല ഇതിന്. ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ നാട്ടിലെ റോഡിലൊക്കെ അടിപൊളി വണ്ടിയാ, കംഫർട്ട് ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്തായാലും അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന സമയത്തായാലും ഇതൊരു ഹബ്ബ് മോട്ടോർ സിസ്റ്റം ആണ്. ഈ ഒരു ഐക്യൂബിന്റെ ആ ഒരു ഹബ്ബ് മോട്ടോർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇത് പങ്ക്ചർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഈ ഒരു പങ്ക്ചർ ആകുന്ന സമയത്ത് നമ്മൾ കമ്പനി തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമുക്ക് നാട്ടിലുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നിന്ന് അത് ചെയ്യാൻ പറ്റുമോ? പഞ്ചറായി കഴിഞ്ഞാല് പ്രശ്നങ്ങളൊന്നും, 2 വീലർ ടയർ ആയതിനെ കൊണ്ട് പഞ്ചറിന്റെ കിറ്റ് ഉണ്ട്, അത് വീൽ ഊരാണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ടയർ മാറ്റുന്ന കേസ് വരുന്നേരം എല്ലാ ടയർ വീഡിയോക്കാരും അത് എടുക്കണമെന്നില്ല. അത് ഏറ്റവും നല്ലത് വർക്ക്ഷോപ്പ് കൊണ്ടുപോകും. കാരണം വെച്ചാൽ ഇതിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഇതിന്റെ മോട്ടറിന്റെ കണക്ഷൻ വരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഊരി മൊത്തത്തിൽ കണക്ഷൻ ഊരിയെടുത്ത്, മോട്ടർ വെച്ചാൽ നല്ല വെയിറ്റ് ഉള്ള മോട്ടറാണ്, ബോഷിന്റെ സാധനമാണ് വരുന്നത്. ഈ ഒരു വിഷയമുണ്ട്. ഇപ്പോ നമ്മൾ ഈ പങ്ക്ചർ ഹബ്ബ് മോട്ടോർ ആയതുകൊണ്ട് തന്നെ ഇപ്പോ കാറ്റ് കുറവുള്ള അവസ്ഥയിൽ ഓടിക്കുന്ന സമയത്ത് ഈ മോട്ടോറിന് വല്ല കേടുപാടുകളും സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? കാറ്റ് കുറവുള്ളവരെന്ന് പറയുന്ന നേരം മോട്ടോർ ഓവർ ഹീറ്റ് ആകാൻ സാധ്യത കൂടുതലാണ്. ഈ കാറ്റ് കുറഞ്ഞ വണ്ടി ഓടിക്കുന്ന ടയർ ചൂടാവും. ശരി. അപ്പൊ അതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതിന് വളരെ ലേശോടെ ചൂട് കൂടുന്നാണ് പറയുന്നത് കേട്ടത്. ചൂട് കൂടിയാൽ തന്നെ ഒരു എഞ്ചിന് ബാധിക്കുമല്ലോ, മോട്ടറിന് ബാധിക്കും. ഓക്കെ. പിന്നെ എക്സ്ട്രാ മോട്ടറിന് കൂളിംഗ് സിസ്റ്റം അങ്ങനത്തെ ഒന്നും ഇല്ല. കൂളിംഗ് സിസ്റ്റം ഒന്നും അത് പുറകിലെ എയർ കൂളിംഗ് മാത്രമേ. ആ ഒരു സിസ്റ്റത്തിന് വലിയ രീതിയിലൊന്നും ചൂടാവൂല. നമുക്കറിയാം ഈ പിന്നെ ടയറിന്റെ പ്രഷർ കുറയുന്നതെന്ന് വെച്ചാല് ഈ റോഡ് ആയിട്ട് ടയർ വരയുന്നതിനുള്ള ഒരു സൗണ്ട് വ്യത്യാസമുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും തിരിഞ്ഞോളണമെന്നില്ല. നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി നന്നാക്കുന്നതിനെ കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത് ഈ ഒരു ഫ്രണ്ട് ഫോർക്കിന്റെ കാര്യമാണ്. ഈ ഒരു ഫ്രണ്ട് ഫോർക്ക് ഇതിന്റെ പെട്ടെന്ന് ഡാമേജ് ആകുന്നുള്ള ചില ആളുകളുടെ കംപ്ലൈന്റ് വരുന്നത്. അപ്പോ ഈ ഒരു ഫ്രണ്ട് ഫോർക്കിന് 1.5 വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ട്? ഇല്ല, ഒരു കംപ്ലൈന്റ് ഇല്ല. ഞാൻ അത്യാവശ്യം റഫായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പോ ഈ ഒരു ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും? ഇതിന്റെ വേറെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു 100% ചാർജ് ആയി കഴിഞ്ഞാല് ഇതിനൊരു പിടിച്ചാൽ കിട്ടാത്തൊരു പോക്കുണ്ട്. അതായത് ഇതിന്റെ റീജനറേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് എത്രയോ ഒരു 90% മുകളിലോട്ടാണെങ്കിൽ റീജനറേഷൻ നടക്കൂല. അപ്പൊ അവറും കൂടി വണ്ടിയുടെ ഈ ഒരു പെർഫോമൻസിലേക്ക് വരുന്നു. അപ്പൊ വെച്ചാല് ഒരു പുള്ളിങ് കൂടുതലായിരിക്കും. അത് നമ്മൾ ഇക്കോ മോഡിൽ ഇട്ടാലും ആ പുള്ളിങ് അതിന് കിട്ടും. ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിന് ആ ഒരു രാത്രി കാലങ്ങളിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന അതേ ബ്രൈറ്റ്നെസ് തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ടോ? വെളിച്ചം എന്ന് വെച്ചാല് ഈ ഹാലോജന്റെ അത്ര വെളിച്ചമൊന്നും ഇതിനില്ല. പുറമേ ദൂരെ നിന്ന് ഒരു വണ്ടി വരുന്ന നല്ല വെളിച്ചം പോലെ തോന്നും. പക്ഷെ എല്ലാ വണ്ടിയുടെ സ്ഥിതി വിസിബിലിറ്റി ഈ മഴയത്തെല്ലാം വളരെ കുറവായിരിക്കും. അപ്പോ നമുക്ക് ഈ ഒരു വാഹനത്തിന് കമ്പനി പറഞ്ഞ മൈലേജ് 100 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് 105 കിട്ടുന്നെന്നാ പറഞ്ഞത്. അപ്പോ ഈ ഒരു ഫസ്റ്റ് ടൈമിലെ നമുക്ക് ആ 105 കിട്ടാറുണ്ട്. ഫസ്റ്റ് ടൈമിലെ കിട്ടാറുണ്ട്. അപ്പൊ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ചാർജിങ് ടൈം ഏകദേശം 5 മണിക്കൂർ 6 മണിക്കൂറാണ് പറയുന്നത്. അല്ല, പിന്നെ ഫുള്ള് ഡ്രെയിൻ ആയി പോയിട്ടുണ്ട്. അതായത് 1 മണിക്കൂറിന് 20% വെച്ചാണ് ഇത് ചാർജ് ആവുക. അപ്പൊ വെച്ചാൽ 100 ആണെങ്കിൽ 5 മണിക്കൂർ. പക്ഷെ നമ്മളൊരു 4.5 മണിക്കൂറൊക്കെ ആണ് ചാർജ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10% കയ്യിലുണ്ടാവും. ചാർജിലേക്ക് എത്താനുള്ള ടൈം കൊടുക്കാറ്. അപ്പോൾ ആ ഒരു ചാർജിങ്ങിന്റെ ടൈം ഫസ്റ്റ് ടൈമിൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യുന്ന ആ സമയത്തുള്ള അതേ ചാർജിങ് ടൈം തന്നെയാണോ ഇപ്പോഴും കിട്ടുന്നത്? ഏകദേശം അത് തന്നെയാണ്. നമ്മൾ കറക്റ്റ് നോക്കല്ല, എന്നാലും ഏകദേശം റെഡി ആയിരിക്കും. ആ ഒരു ടൈം തന്നെയാണ്. ഞാൻ വീട്ടിലും ഷോപ്പിലും വണ്ടി ചാർജ് ചെയ്യലുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഒരു ഇപ്പോൾ സാധാരണ ലീഗലായിട്ട് നമുക്ക് 2 പേരെ കയറ്റാൻ
ഒരു നിയമമുള്ളൂ. അപ്പോൾ 3 പേരെ കയറ്റി കഴിഞ്ഞാലും ഈ ഒരു വാഹനത്തിന്റെ പെർഫോമൻസിനെ അത് എത്രത്തോളം ബാധിക്കുന്നു? 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഈ വണ്ടി ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, ഈ ഒരു ബുദ്ധിമുട്ട്. 3 പേരെ കയറ്റിയിട്ട് ഞാൻ പിന്നെ ചെറിയ ഓട്ടോ കൂടിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനുള്ള ലെങ്ത് ഈ സീറ്റിനില്ല. ഒരു സീറ്റിനില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഗ്യാസും കുറ്റി കേറും എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊന്ന് വെച്ച് നോക്കി ഇവിടുത്തെ വരെ എത്തും. കറക്റ്റ് കേരൂല, ഇവിടെ സ്ക്രാച്ച് വരും ഗ്യാസ് കയറ്റിയാൽ. ഓക്കെ, സ്ത്രീകളായിട്ടുള്ള കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഗ്യാസ്. അത്യാവശ്യത്തിന് ഗ്യാസ് ഒക്കെ ഞാൻ പല റിവ്യൂലും കണ്ട ഗ്യാസും കുറ്റി പുഷ്പം പോലെ കയറി പോകുന്ന നോക്കിയാ ഗ്യാസും കുറ്റി കറക്റ്റ് കേരൂല. ലേശം ബുദ്ധിമുട്ടിട്ട് വെക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ നമ്മളെ ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ IC എഞ്ചിൻ മോഡലിലുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിൾ അതേ ഭംഗിയിൽ കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക രൂപഭാവമാണ്. പക്ഷെ ഇത് നമ്മളെ സാധാ ഒരു പെട്രോൾ സ്കൂട്ടർ എങ്ങനെയുണ്ടോ ആ ഒരു രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വണ്ടിയോട് താല്പര്യം കൂടുന്നുണ്ട്. ഇപ്പോഴും ഇതിന് ആവശ്യക്കാർ കൂടുതലാണ്. ഒരുപാട് ആള് എന്നോട് തന്നെ പലരും ചോദിച്ചു. ഒരുപാട് ആള് ഷോപ്പിൽ വരുന്നവരൊക്കെ ചോദിക്കലുണ്ട്, ഇങ്ങനൊരു പെട്രോൾ വണ്ടിന്റെ മെക്കാനിക്കായിട്ട് എന്തുകൊണ്ട് ഇലക്ട്രിക് എടുത്തത്. അപ്പൊ അവർക്ക് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ അത് എടുക്കുന്നേരം നിങ്ങൾക്ക് നന്നായി തരാൻ നമുക്ക് പഠിക്കാം, അതിനെപ്പറ്റി പഠിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ ഫുള്ളി ഡിജിറ്റൽ ആണ്. അപ്പൊ ആ ഒരു ഇത് വാട്ടർ പ്രൂഫ് ആണെന്നാണ് കമ്പനി പറയുന്നത്. അതെ അതെ. അപ്പൊ ഇതുവരെ ഒരു വെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ സംഭവിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഫുൾ വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഇപ്പൊ ഇതിനൊരു ആപ്പും ഉണ്ട്. ഈ ആപ്പില് നമുക്ക് വണ്ടീന്റെ ഇഗ്നിഷൻ ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും ഒക്കെ മെസ്സേജ് വരും. പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് എത്ര പെർസെന്റേജ് കയറി നോക്കാൻ വണ്ടി വന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഫോണിൽ നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും. ഒരു ആന്റി തെഫ്റ്റ് സിസ്റ്റം ഇതിലുണ്ട്. ഓക്കെ ഓക്കെ. ഇത്രയും കാലത്തെ ഈ ഒരു TVSന്റെ ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ടുള്ള iQube ഉപയോഗിച്ച ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആസ് യൂഷ്വൽ ഒരു മെക്കാനിക്കൽ എന്നുള്ള ഒരു കാര്യം കൂടി വെച്ചിട്ട് ഈ ഒരു വണ്ടി മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ എത്രത്തോളം താല്പര്യപ്പെടുന്നുണ്ട്? തീർച്ചയായും ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ. കാരണം എന്ന് വെച്ചാൽ ഒന്ന് TVS എന്ന ബ്രാൻഡ്, രണ്ടാമത് കംപ്ലൈന്റ് കുറവാണ് വണ്ടിക്ക്, പിന്നെ കാണാനുള്ള ലുക്ക് എന്ന് വെച്ചാൽ ഒരു പെട്രോൾ വണ്ടീന്റെ ലുക്കും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് സജസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നല്ലൊരു അനുഭവമാണ് ഈ ഒരു iQube എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഒരു മെക്കാനിക്കായിട്ടുള്ള താങ്കൾ പറയുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മളെ ചാനലിനോട് സഹായിച്ച ഞങ്ങൾക്ക് നമ്മുടെ നമസ്കാരം.